സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ റൂം കിട്ടി. അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് സുബർണയ നദിയിൽ കുളിച്ചു മുങ്ങി പാവങ്ങൾ കഴുകി കളയാൻ പോവുകയാണ്. അങ്ങനെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. അടുത്തത് ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ക്ഷേത്രത്തിന് മുന്നിൽ ധാരാളം പൂക്കടകൾ കാണാൻ പറ്റും. ഒന്നും നോക്കിയില്ല, ഞാനും വാങ്ങി. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോയി. പൂക്കൾ കൊണ്ട് നന്നായി അലങ്കരിച്ചിരിക്കുന്നു, കാണാൻ എന്ത് ഭംഗിയാണ്. കൊടിമരച്ചോട്ടിലെ വലിയൊരു വിളക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കുറെ പേര് സെൽഫി എടുക്കുന്നതും കാണാം. കൂടുതൽ പേരും നമ്മുടെ മലയാളീസ് തന്നെയാണ്. ഇതാണ് മൂകാംബിക ദേവിയുടെ തേര്. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ജയജയും കൂടെ 2 മസാല ദോശ വാങ്ങി. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ചേട്ടൻ ഇഡലിയും ചട്നിയും സാമ്പാറുമാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ്. മൂകാംബിക വന്നിട്ട് കുടജാദ്രി കയറിയില്ലെങ്കിൽ മോശമല്ലേ. ഇവിടെ അടുത്ത് നിന്ന് തന്നെ ജീപ്പുണ്ട്. ഒരാൾക്ക് 470 രൂപയാണ്. ടോട്ടൽ 8 പേർക്കാണ് കയറാൻ സാധിക്കുക. മൂകാംബികയിൽ നിന്നും കുടജാദ്രിക്ക് വൻ യാത്ര ചെയ്യാൻ തന്നെ 1.5 മണിക്കൂർ വേണം. തിരിച്ചു വരാനും അതേ 1.5 മണിക്കൂർ തന്നെ വേണം. 1 മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ വേണ്ടി. ചെക്ക് പോസ്റ്റിലെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടൂ. കഴിവതും പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നീണ്ട ഒരു ഓഫ് റോഡ് യാത്രയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും കഴിഞ്ഞില്ല, ബാക്കി നടക്കാനുള്ളതാണ്. ഇനിയും കുറച്ചേറെ ദൂരം നടക്കാനുണ്ട്. ഒടുവിൽ അങ്ങനെ നടന്ന് സർവജ്ഞപീഠത്തിൽ എത്തിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 4406 അടി മുകളിലാണ് സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് ഉച്ചകലത്തെ ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ യാത്രകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല.